സിസ്റ്ററുടെ പേര് ഭാരതി തങ്കൻ എന്നാണ്. തൊടുപുഴയിൽ നിന്നാണ് സിസ്റ്റർ വരുന്നത്. അപ്പോൾ സിസ്റ്ററുടെ മകൾക്കുണ്ടായ ഒരു സൗഖ്യമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മകളുടെ മകൾക്ക് നട്ടെല്ലിന് വേദനയായതുകൊണ്ട് നടക്കുമ്പോൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ അതിന് ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ അതനുസരിച്ച് മനസ്സിലായത് അതിൽ നട്ടെല്ലിന് 20% വളവും 8 സ്ഥലത്ത് ബൾജും ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു MRI സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ബ്രദറിനെ വാട്സപ്പിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ബ്രദറെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ അസുഖം പൂർണ്ണമായും ഭേദമായി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ടു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മരുന്നുകളൊന്നും കഴിച്ചില്ല. അമ്മകൾക്ക് എത്ര പ്രായമുള്ളത്? 14 വയസ്സ്. 14 വയസ്സുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായത് ആ വളവുണ്ടെന്ന്. ഞങ്ങൾ കഴിഞ്ഞ ജൂണിൽ അവൾ വേദന കൂടുതലായിട്ട് സ്കൂളിൽ പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോഴാണ് ആശുപത്രി കൊണ്ടുപോയി. എന്ത് സ്കൂളിൽ പോകാൻ പറ്റാഞ്ഞ വേദന കാരണം? ജൂണിലെ വേദന അവൾ അധികമായിട്ട് പറഞ്ഞു. അതിന് മുമ്പ് വേദന പറയുമായിരുന്നു. ഞങ്ങളത് വെറുതെ പറയണമെന്നാണ് വിചാരിച്ചത്. അത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് രണ്ടിൻ്റെ എക്സ്റേയുടെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാനിത് കട്ടപ്പന ചർച്ചിൽ ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു, ബ്രദറിനോട് ഞാൻ കൊച്ചിനെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ബ്രദർ പറഞ്ഞു അതിന് തെളിവ് വേണമെന്ന് പറഞ്ഞു. മോളിൽ നട്ടലിന് വളവുണ്ടായിരുന്നു. ഈ പറയുന്ന കള്ളമല്ലല്ലോ അല്ലേ? പൈസ വന്നിട്ട് വല്ലതും പറയുവാണോ? സത്യമായിട്ടും അല്ല. ഈ വളഞ്ഞിരിക്കുന്നതിന്റെ റിപ്പോർട്ടോ എക്സ്റേ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ? ആ റിപ്പോർട്ട് കയ്യിലുണ്ടോ? ഓക്കെ. ഇത് സൗഖ്യം ആവണേക്ക് മുമ്പുള്ള റിപ്പോർട്ടാണ്. ഇതായത് വളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടാണ്. മോളുടെ നട്ടെല്ല് വളഞ്ഞിരിക്കുമായിരുന്നു. അതിൽ 8 എല്ലുകൾ ബൾജ് ചെയ്തിരിക്കുമായിരുന്നു. അത് ഇപ്പോൾ മോൾക്കൊരു പ്രശ്നമില്ല. അതുകൊണ്ട് മോൾക്ക് എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പറയാമോ? ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. കാലിന് വേദന എടുക്കുമായിരുന്നു. നടക്കാൻ പ്രയാസമാണ്. കാലിന് ബലക്കുറവുണ്ടായിരുന്നു. അമ്മ പറയണം കാലിന് ബലക്കുറവുണ്ടായിരുന്നു. ബലക്കുറവുണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പൊ മോൾക്ക് ഇതൊന്നുമില്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഇത് ഭയങ്കരമായിട്ടോ. ഈ 8 കശേരുക്കൾ പുറത്തോട്ട് തള്ളിയിരിക്കുന്നു. നട്ടലിന് വളവുണ്ട്. ഇത് പൈസ കൊടുത്ത് പറയിപ്പിച്ചതല്ല എന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല. യേശു ചെയ്തത് ലോകം അറിയേണ്ടത് ആവശ്യമാണ്. ഇന്നും യേശു ജീവിക്കുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അതായത് 8 സ്ഥലത്ത് നട്ടലിൽ ബൾജുണ്ടായിരുന്നു. വലിയൊരു വളവുണ്ടായിരുന്നു. അമ്മ ഒന്ന് പറഞ്ഞപ്പോൾ അതിന്റെ തെളിവ് കൊണ്ടുവരെന്ന് പറഞ്ഞു. തെളിവായിട്ട് അന്ന് അമ്മ വന്നിട്ടുള്ളത്. ഇപ്പൊ നട്ടൽ നിവർന്നായിരിക്കുന്നേ. ഒരു കുഴപ്പമില്ല. ഡാൻസ് പഠിക്കുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്. എന്റെ അമ്മ ഇപ്പൊ വളവുള്ളയാളുടെ ഡാൻസ് 5 വയസ്സുള്ള ഗുളിക പോലും കഴിച്ചിട്ടില്ല. ഒരു മരുന്നും കഴിച്ചില്ല. 10 ദിവസം കൊണ്ട് യേശു മാറ്റി തന്നു. 10 ദിവസം കൊണ്ടാണ് 20% വളവായിരുന്ന നടുവ് അമ്മ പറയുന്നത് പൂർണ്ണ സൗഖ്യത്തിലേക്ക്.